നമസ്കാരം. സൂര്യഭജനം ഐശ്വര്യത്തിലേക്കും ആരോഗ്യത്തിലേക്കുമുള്ള വഴി. ലോകത്തിന് വെളിച്ചം നൽകുന്ന സൂര്യൻ കേവലം ഒരു ഗോളമല്ല, അത് പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായ പ്രത്യക്ഷ ദൈവമാണ്. നമ്മുടെ പുരാണങ്ങൾ പ്രകാരം കശ്യപ പ്രജാപതിയുടെയും അതിഥിയുടെയും പുത്രനായ സൂര്യഭഗവാൻ നവഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും പ്രധാനിയാണ്. ഈ പ്രപഞ്ചത്തിലെ സർവ്വചരാചരങ്ങൾക്കും ഊർജവും ജീവനും നൽകുന്നത് ആ സൂര്യ ചൈതന്യമാണ്. അതുകൊണ്ട് തന്നെ സൂര്യനെ ഭജിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളെയും നീക്കി ഐശ്വര്യം കൊണ്ടുവരുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരൻ എന്നീ ത്രിമൂർത്തികളുടെ ചൈതന്യം ഒത്തുചേർന്ന രൂപമാണ് സൂര്യൻ. നിത്യേനെ സൂര്യഭഗവാനെ വന്ദിക്കുന്നവർക്ക് ജീവിതത്തിലെ കഠിനമായ പ്രതിസന്ധികളെ പോലും അതിജീവിക്കാനുള്ള ആത്മവീര്യവും ശക്തിയും ലഭിക്കും. വെറുമൊരു പ്രാർത്ഥന എന്നതിലുപരി നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ശുദ്ധീകരിക്കാനുള്ള ഒരു ഉപാധി കൂടിയാണ് സൂര്യഭജനം. സൂര്യപ്രീതിക്കായി നാം പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: ഗായത്രി മന്ത്രം, സൂര്യസ്തോത്രം, പിന്നെ ആദിത്യഹൃദയം. ഈ മന്ത്രങ്ങൾ ജപിക്കുന്നതിന് കൃത്യമായൊരു രീതിയുണ്ട്. പ്രഭാതത്തിൽ ശരീരശുദ്ധി വരുത്തിയ ശേഷം, അതായത് കുളി കഴിഞ്ഞ് ശുദ്ധിയോടെ മാത്രമേ സൂര്യമന്ത്രങ്ങൾ ജപിക്കാവൂ. രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയിലുള്ള സമയമാണ് ജപിക്കാൻ ഏറ്റവും ഉത്തമം. അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ അതിന്റെ ഫലം ഇരട്ടിയായിരിക്കും. ഒരിക്കലും സൂര്യൻ അസ്തമിച്ചതിനു ശേഷം സൂര്യപ്രീതികരമായ മന്ത്രങ്ങൾ ജപിക്കരുത് എന്നത് പ്രത്യേകം ഓർമ്മിക്കുക. മന്ത്രങ്ങളിൽ ഗായത്രിയേക്കാൾ ശ്രേഷ്ഠമായി മറ്റൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത്. സൂര്യഭഗവാനോടുള്ള ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണിത്. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. ഈ പ്രപഞ്ചം ആകെ വെളിച്ചം പരത്തുന്ന സൂര്യഭഗവാൻ നമ്മുടെ ബുദ്ധിയെയും അറിവിനെയും അതുപോലെ പ്രകാശിപ്പിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. നിത്യവും ഗായത്രി ജപിക്കുന്നവരുടെ മനസ്സിലെ ഇരുട്ട് നീങ്ങുകയും അവർക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ബുദ്ധിശക്തി ലഭിക്കുകയും ചെയ്യും. നമ്മുടെ ശരീരത്തെ നേരിട്ട് സ്വാധീനിക്കാൻ സൂര്യഭജനത്തിന് സാധിക്കും. പ്രത്യേകിച്ച് ത്വക്ക് രോഗങ്ങൾ, നേത്രരോഗങ്ങൾ, അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവർ സൂര്യസ്തോത്രം ജപിക്കുന്നത് ഏറെ ഗുണകരമാണ്. ജപാ കുസുമ സംകാശം കാശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപഘ്നം പ്രണതോസ്മി ദിവാകരം. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നത് വഴി ഗ്രഹപ്പിഴ ദോഷങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുമെന്നും ശരീരം സൂര്യനെ പോലെ ശോഭയുള്ളതാകുമെന്നും വിശ്വസിക്കപ്പെടുന്നു. ആധ്യാത്മ രാമായണത്തിലെ യുദ്ധകാണ്ഡത്തിൽ അഗസ്ത്യമുനി ശ്രീരാമദേവനെ ഉപദേശിച്ചു കൊടുക്കുന്ന അതിശക്തമായ മന്ത്രമാണ് ആദിത്യഹൃദയം. ശത്രുക്കളെ തോൽപ്പിക്കാനും ആപത്തിലും ഭയത്തിലും നിന്ന് രക്ഷ നേടാൻ ഈ മന്ത്രത്തെക്കാൾ വലിയൊരു കവചമില്ല. സന്താപനാശകരായ നമോ നമഃ, അന്ധകാരാന്തകരായ നമോ നമഃ, ചിന്താമണി ചിദാനന്ദായ തേ നമഃ. മനസ്സിലെ ആകുലതകളും മോഹങ്ങളും നശിപ്പിച്ച് ശാന്തി നൽകുന്ന ആദിത്യഹൃദയം ജപിക്കുന്നതിലൂടെ ഏത് വലിയ കടമ്പയും കടക്കാൻ നമുക്ക് സാധിക്കും. ഇതിനെപ്പറ്റി വിശദമായ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. നിത്യവും ജപിക്കാൻ സാധിക്കാത്തവർ സൂര്യഭഗവാന് പ്രാധാന്യമുള്ള ഞായറാഴ്ച ദിവസം ജപിക്കുന്നത് ഉത്തമമാണ്. അന്നേ ദിവസം സൂര്യോദയത്തിന് മുൻപ് എഴുന്നേറ്റ് കുളിച്ച് ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് സൂര്യഭഗവാനെ വന്ദിക്കുന്നത് ഇരട്ടി ഫലം നൽകും. സൂര്യപ്രകാശമില്ലാതെ ഈ ഭൂമിയിൽ ഒന്നിനും നിലനിൽപ്പില്ല. അതുപോലെ തന്നെ സൂര്യഭഗവാന്റെ അനുഗ്രഹമില്ലാതെ നമ്മുടെ ജീവിതത്തിലും പൂർണ്ണമായ ശോഭയുണ്ടാവില്ല. അതുകൊണ്ട് ഈ ലളിതമായ മന്ത്രങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കൂ. നിങ്ങളുടെ ജീവിതത്തിലും സൂര്യനെ പോലെ ഐശ്വര്യം നിറയട്ടെ എന്ന് ആശംസിക്കുന്നു. ഭക്തിപൂർവ്വം കമന്റ് ബോക്സിൽ ഓം സൂര്യായ നമഃ എന്ന് കുറിക്കൂ. ഈ അറിവ് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യൂ. നന്ദി.